കർണാടകയിലെ തുംഗഭദ്ര നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഹംപി 14ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന പ്രബലമായ വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു. AD 1336 ഹരിഹരൻ, ബുക്കൻ എന്നീ സഹോദരന്മാരാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത്. വിജയനഗര സാമ്രാജ്യത്തിന്റെ പ്രതാപകാലമായ 14ാം നൂറ്റാണ്ട് മുതൽ 16ാം നൂറ്റാണ്ട് വരെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായിരുന്നു ഹംപി. വ്യാപാരത്തിനും കലയ്ക്കും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും പേരുകേട്ട ഇടമായിരുന്നു ഇത്. മധ്യകാലഘട്ടത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയതും സമ്പന്നവുമായ നഗരങ്ങളിൽ ഒന്നായിരുന്നു ഇത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ പ്രദേശം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ മ്യൂസിയങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. കൃഷ്ണദേവരായരുടെ ഭരണകാലത്താണ് ഹംപി അതിന്റെ പ്രതാപത്തിന്റെ കൊടുമുടിയിലെത്തിയത്. അക്കാലത്ത് വ്യാപാരത്തിനും കലയ്ക്കും ലോകപ്രശസ്തമായ ഒരു നഗരമായിരുന്നു ഇത്. ഹംപി ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു. വിദേശ സഞ്ചാരികളായ അബ്ദുൾ റസാഖ്, ഡൊമിംഗോ പയസ് എന്നിവരുടെ വിവരണങ്ങൾ പ്രകാരം ഇവിടുത്തെ അങ്ങാടികളിൽ രത്നങ്ങളും വജ്രങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും സുലഭമായി വിൽക്കപ്പെട്ടിരുന്നു. കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന കൂറ്റൻ പാറക്കൂട്ടങ്ങൾക്കിടയിലാണ് ഹംപി സ്ഥിതി ചെയ്യുന്നത്. ഈ പാറകൾ പ്രകൃതിദത്തമായ ഒരു കോട്ട പോലെ നഗരത്തിന് സംരക്ഷണം നൽകിയിരുന്നു. തുംഗഭദ്ര നദി ഒഴുകുന്നത് ഇതിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. രാമായണത്തിൽ പരാമർശിക്കുന്ന വാനര രാജ്യമായ കിഷ്കിന്ധ ഹംപിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഹനുമാൻ ജനിച്ചതെന്ന് കരുതപ്പെടുന്ന ആഞ്ജനാദ്രി മലയും ഇവിടെയാണ്. അതിനാൽ ഹിന്ദു വിശ്വാസികൾക്ക് ഇത് വലിയൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. രാമനും ലക്ഷ്മണനും സീതയെ തിരയുന്നതിനിടയിൽ എത്തിയെന്ന് പറയപ്പെടുന്ന ശബരി ആശ്രമവും ബാലിയെ ഭയന്ന് സുഗ്രീവൻ അഭയം പ്രാപിച്ച മാതംഗ ഹില്ലും ഹംപിക്ക് സമീപമാണ്. സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടുപോകുമ്പോൾ ദേവി തന്റെ ആഭരണങ്ങൾ ഒരു തുണിയിൽ കെട്ടി താഴേക്ക് എറിഞ്ഞതായും അത് സുഗ്രീവൻ കണ്ടെടുത്തതായും പറയപ്പെടുന്ന സ്ഥലങ്ങളും ഇവിടെയുണ്ട്. ശിവൻ കാമദേവനെ ദഹിപ്പിച്ചത് ഹംപിയിലെ ഹേമകൂട പർവ്വതത്തിൽ വെച്ചാണെന്നാണ് ഐതിഹ്യം. ശിവന്റെ തപസ് ഭംഗിയാക്കാൻ ശ്രമിച്ചപ്പോഴാണ് മൂന്നാം കണ്ണാൽ കാമദേവൻ ഭസ്മമായത്. പിന്നീട് രതീദേവിയുടെ അപേക്ഷ പ്രകാരം കാമദേവന് പുനർജന്മം നൽകിയെന്നും കഥയുണ്ട്. ചരിത്രവും ഐതിഹ്യവും ചേരുന്ന മറ്റൊരു കഥയുണ്ട്. ഹരിഹരനും ബുക്കനും ഒരിക്കൽ തുംഗഭദ്ര നദീതീരത്ത് നായാട്ടിന് പോയപ്പോൾ വേട്ടനായ്ക്കളെ ഒരു മുയൽ തിരിച്ചാക്രമിക്കുന്നത് കണ്ടു. ഈ അസാധാരണമായ ധീരത കണ്ട് അത്ഭുതപ്പെട്ട അവർ തങ്ങളുടെ ഗുരുവായ വിദ്യാരണ്യ സ്വാമികളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. ആ മണ്ണ് അത്രമേൽ വീര്യമുള്ളതാണെന്നും അവിടെ ഒരു സാമ്രാജ്യം പണിയണമെന്നും അദ്ദേഹം ഉപദേശിച്ചു. അങ്ങനെയാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിതമായത്. ഹംപിയുടെ പഴയ പേര് പമ്പാക്ഷേത്രം എന്നായിരുന്നു. ബ്രഹ്മാവിന്റെ പുത്രിയായ പമ്പാദേവി ശിവനെ ഭർത്താവായി ലഭിക്കാനായി തപസ് ചെയ്ത സ്ഥലമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പമ്പാദേവിയുടെ തപസ്സിൽ സംപ്രീതനായ ശിവൻ ദേവിയെ വിവാഹം കഴിച്ചു. പമ്പ എന്ന പേര് കന്നഡയിൽ ഹംപെ ആയി മാറുകയും പിന്നീട് അത് ഹംപി എന്നറിയപ്പെടുകയും ചെയ്തു. ഹംപിയിലെ വാസ്തുവിദ്യ ദ്രാവിഡ ശൈലിയുടെ ഉത്തമ ഉദാഹരണമാണ്. ഹംപിയിലെ ഏറ്റവും പഴക്കമേറിയതും ഇപ്പോഴും ആരാധന നടക്കുന്നതുമായ ക്ഷേത്രമാണ് വിരൂപാക്ഷ ക്ഷേത്രം. ശിവന്റെ രൂപമായ വിരൂപാക്ഷനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഇതിന്റെ ഗോപുരം ഏകദേശം 50 മീറ്റർ ഉയരമുള്ളതാണ്. ഹംപിയിലെ വാസ്തുവിദ്യയുടെ വിസ്മയമാണ് വിട്ടല ക്ഷേത്രം. ഇവിടുത്തെ കല്ല് രഥം ലോക പ്രശസ്തമാണ്. കൂടാതെ തട്ടിയാൽ സംഗീതം പുറപ്പെടുവിക്കുന്ന സപ്തസ്വര തൂണുകളും ഇവിടെ കാണാം. വിജയനഗര രാജാക്കന്മാർ ഉത്സവങ്ങൾ ആഘോഷിച്ചിരുന്ന കൂറ്റൻ കൽത്തറയാണ് മഹാനവമി ദിബ്ബ. സൂര്യോദയവും സൂര്യാസ്തമയവും കാണാൻ
ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ഹേമകൂട പർവ്വതം. നിരവധി ചെറിയ ജൈന ക്ഷേത്രങ്ങളും ശിവക്ഷേത്രങ്ങളും ഇവിടെയുണ്ട്. ഹംപിയിലെ ചരിത്ര സ്മാരകങ്ങളിൽ കാണപ്പെടുന്ന താഴികക്കുടങ്ങൾ വിജയനഗര സാമ്രാജ്യത്തിന്റെ വാസ്തുവിദ്യാ വൈഭവത്തിന്റെ മികച്ച ഉദാഹരണങ്ങളാണ്. ഹിന്ദു ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലികൾ ഒത്തുചേരുന്ന ഇൻഡോ ഇസ്ലാമിക് ശൈലിയിലാണ് ഇവയിൽ പലതും നിർമ്മിച്ചിരിക്കുന്നത്. താമരപ്പൂവിന്റെ ആകൃതിയിലുള്ള ലോട്ടസ് മഹൽ വിജയനഗരത്തിലെ രാജകീയ സ്ത്രീകൾക്ക് വിശ്രമിക്കാനായി നിർമ്മിച്ചതാണ്. സെനാന എൻക്ലോഷറിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ലോട്ടസ് മഹലിന്റെ മുകൾ ഭാഗം പല തട്ടുകളായുള്ള താഴികക്കുടങ്ങളാൽ നിർമ്മിതമാണ്. വിരിഞ്ഞു നിൽക്കുന്ന താമരമുട്ടിന്റെ ആകൃതിയിലാണ് ഇതിന്റെ ഗോപുരങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. താഴികക്കുടങ്ങളുടെ മുകളിലെ കൊത്തുപണികൾ വളരെ സങ്കീർണവും മനോഹരവുമാണ്. പരമ്പരാഗത ദ്രാവിഡ ശൈലിയും പേർഷ്യൻ ഇസ്ലാമിക് ശൈലിയും കൂട്ടിയിണക്കിയാണ് ഈ താഴികക്കുടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. കല്ലുകൾക്ക് പുറമെ കുമ്മായം, ഇഷ്ടിക എന്നിവയും ഈ താഴികക്കുടങ്ങളുടെ നിർമ്മാണത്തിനായി ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട്. താഴികക്കുടങ്ങളുടെ ഉൾഭാഗത്തും പുറത്തും സുന്ദരമായ പ്ലാസ്റ്റർ വർക്കുകളും കൊത്തുപണികളും കാണാം. വാച്ച് ടവറുകൾ, കൊട്ടാര അവശിഷ്ടങ്ങൾ, ചില പ്രധാന ക്ഷേത്രങ്ങളുടെ പ്രവേശന കവാടങ്ങൾ എന്നിവിടങ്ങളിലും ചെറിയ രീതിയിലുള്ള താഴികക്കുടങ്ങൾ കാണാൻ സാധിക്കും. ഹംപിയിലെ താഴികക്കുടങ്ങൾ കേവലം ഒരു മേൽക്കൂര എന്നതിലുപരി ആ കാലഘട്ടത്തിലെ മതസൗഹാർദ്ദത്തിന്റെയും വ്യത്യസ്ത സംസ്കാരങ്ങളുടെ സംയോജനത്തിന്റെയും പ്രതീകങ്ങളാണ്. രാജകീയ ആനകളെ പാർപ്പിക്കാൻ നിർമ്മിച്ച വിശാലമായ താഴികക്കുടങ്ങളോടുകൂടിയ കെട്ടിടമാണ് ആനപ്പന്തി. 11 വലിയ മുറികളുള്ള ഈ കെട്ടിടത്തിൽ ഓരോ മുറിക്കും മുകളിലായി മനോഹരമായ വലിയ താഴികക്കുടങ്ങൾ ചേർന്ന ഈ നിർമ്മിതി ഇന്നും തനിമയോടെ നിലനിൽക്കുന്നു. ഭീമാകാരമായ പാറക്കൂട്ടങ്ങൾക്കിടയിൽ പണിത നഗരം എന്ന പ്രത്യേകത ഹംപിക്കുണ്ട്. ഓരോ കല്ലിലും കൊത്തിവെച്ചിട്ടുള്ള ശില്പങ്ങൾ അന്നത്തെ കലാവൈഭവത്തെ വിളിച്ചോതുന്നു. വിദേശ സഞ്ചാരികളെയും ചരിത്രകാരന്മാരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒന്നാണ് ഇവിടുത്തെ കാഴ്ചകൾ. ചുരുക്കത്തിൽ ഭാരതത്തിന്റെ പ്രതാപശാലിയായ ഒരു ഭൂതകാലത്തിന്റെ അവശേഷിപ്പുകളാണ് ഹംപി. ഹംപിയിലെ ഓരോ ശിലയും ഒരു കാലഘട്ടത്തിന്റെ വീര്യവും കലയും വിളിച്ചോതുന്നവയാണ്. ചരിത്രപ്രേമികൾക്കും യാത്രികർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് ഈ വിസ്മയ നഗരം. AD 1565 തളിക്കോട്ട യുദ്ധത്തിൽ ഡക്കാൻ സുൽത്താനേറ്റുകളുടെ സഖ്യത്തോട് വിജയനഗര സൈന്യം പരാജയപ്പെട്ടു. തുടർന്ന് നഗരം കൊള്ളയടിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇന്ന് കാണുന്ന അവശിഷ്ടങ്ങൾ ആ പഴയ പ്രതാപത്തിന്റെ സാക്ഷ്യപത്രങ്ങളാണ്. ചുരുക്കത്തിൽ കേവലം ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി ഭാരതത്തിന്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ ഉന്നതിയുടെ അടയാളമാണ് ഹംപി.